ചിടിയാ കാ ഘർ. ചിടിയാ കാ ഘർ എന്ന് വെച്ചാൽ പക്ഷിക്കൂട്. ചിടിയാ ലിയേ ചോഞ്ച് മേം തിൻക ചലി ബനാനെ ഘർ. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി, ലിയേ എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട്, ചോഞ്ച് എന്ന് വെച്ചാൽ ചുണ്ട്, ചോഞ്ച് മേം ചുണ്ടിൽ, തിൻക എന്ന് വെച്ചാൽ പുല്ല്, ചലി പോയി, ബനാനെ ഘർ എന്ന് വെച്ചാൽ വീടുണ്ടാക്കാൻ. അപ്പം എന്താണ് അർത്ഥം? പക്ഷി ചുണ്ടിൽ പുൽക്കൊടി എടുത്തിട്ട് വീടുണ്ടാക്കാൻ പോയി. അടുത്ത വരി, കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. കോൻ രഹേഗ എന്ന് വെച്ചാൽ ആര് താമസിക്കും, ആര് താമസിക്കും, ആര് താമസിക്കും. ഉസ് ഘർ കെ അന്തർ. ഘർ എന്ന് വെച്ചാൽ വീട്, അന്തർ എന്ന് വെച്ചാൽ ഉള്ളിൽ, ആ വീടിനുള്ളിൽ. ഉസ് ഘർ കെ അന്തർ എന്ന് വെച്ചാൽ ആ വീടിനുള്ളിൽ ആര് താമസിക്കും. ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കെ ഉസ് ഘർ കെ അന്തർ. ചിടിയാ കെ പക്ഷിയുടെ, ദോ ബച്ചേ രണ്ട് കുട്ടികൾ, ഹോങ്കെ എന്ന് വെച്ചാൽ ഉണ്ടാകും, പക്ഷിയുടെ രണ്ട് കുട്ടികൾ ഉണ്ടാകും. ഉസ് ഘർ കെ അന്തർ ആ വീടിനുള്ളിൽ. പർ നിക്കലേ തോ ഉഡ് ജായേംഗെ. പർ നിക്കലേ തോ എന്ന് വെച്ചാൽ ചിറക് മുളച്ചാൽ, ഉഡ് ജായേംഗെ പറന്നു പോകും. എങ്ങനെ പറന്നു പോകുക? ഫർ 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 എന്ന് ആ കുട്ടികൾ പറന്നു പോകും. ഇത്രയാണ് ചിടിയാ കാ ഘർ എന്ന് പറഞ്ഞ കവിത. ചെറിയ കവിതയാണ്. ചിടിയ ചുണ്ടിൽ പുൽക്കൊടി എടുത്തിട്ട് വീടുണ്ടാക്കാൻ പോയി. ആ വീട്ടിൽ ആര് താമസിക്കും? ആ പക്ഷിയുടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷെ അവർ ചിറക് മുളച്ചാൽ എന്ത് ചെയ്യും? പറന്നു പോകും. അത്രയേ ഉള്ളൂ ഈ കവിത.